ഇതെന്തിനാ ഇവിടെ വണ്ടി നിർത്തിയേ? വിവേകിന്റെ കാർ ഒരു ടെക്സ്റ്റൈൽസിന് മുമ്പിൽ നിർത്തിയത് കണ്ട് അമ്മ അവനോട് ചോദിച്ചു. അതോ, എന്റെ പെണ്ണിനെ കുറിച്ച് ഡ്രസ്സ് എടുക്കണം, അതിനാ ഇവിടെ വന്നത്. വിവേക് അവളുടെ കവളെ ചെറുതായി നുള്ളിക്കൊണ്ട് പറഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ അവന്റെ കൈ തട്ടി മാറ്റി. നല്ല തലവേദന, വീട്ടിൽ പോണം. 2 ദിവസം ലീവായിരുന്നത് കൊണ്ട് വർക്ക് കുറച്ച് കൂടുതലായിരുന്നു. അവൻ സംശയത്തോടെ നോക്കുന്നത് കണ്ട് അവൾ പറഞ്ഞു. അത്രേ ഉള്ളൂ, നമുക്കിപ്പൊ പോവാലോ. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തുകൊണ്ട് പോവാം, പോരെ? അവൻ അവളോട് പറഞ്ഞു. അമ്മ ഒന്ന് അമർത്തി മുളക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി. എന്താ സാർ വേണ്ടത്? അവർ കയറി ചെന്നത് ഒരു സ്റ്റാഫ് അവരുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇയാൾക്ക് കുറച്ച് ചുരിദാർ വേണം. വരൂ സാർ, ചുരിദാർ സെക്ഷൻ മുകളിലാണ്. ഓക്കെ. വിവേക് അമ്മുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി. താൻ ഡ്രസ്സ് സെലക്ട് ചെയ്യും, ഞാനിപ്പോ വരാം. മുകളിൽ ചെന്ന് ചുരിദാർ സെക്ഷനെ അവളെ നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ഓ, ഇനി കാമുയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോവുമായിരിക്കും. അമ്മ പിറുപിറുത്തു. എന്താ? എന്ത്? അല്ല, താൻ എന്തോ പറഞ്ഞേ? ഒന്നുമില്ല, പൊയ്ക്കോളാൻ പറഞ്ഞതാ. ശരിയെന്നാ, കഴിയുമ്പോ വിളിച്ചാ മതി. അതും പറഞ്ഞ് അവൻ താഴേക്ക് പോയി. ദൈവമേ, ഇനി എന്നെ ഇവിടെ കളഞ്ഞിട്ട് പോയതാണോ? അവൾ ആത്മകഥം പറഞ്ഞു. ഇനി ബില്ലടയ്ക്കാതെ നിർത്തി എന്നെ നാണം കെടുത്താനായിരിക്കും ഉദ്ദേശം. നാടക്കില്ലടോ ചതിയ. ഞാനൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളികളാടോ. എന്റെ കയ്യിൽ ആവശ്യത്തിനുള്ള കാശുണ്ടോ. ഈശ്വരാ, ഇന്ന് സാലറി കിട്ടിയത് ഭാഗ്യം. അമ്മ ചുണ്ടുകൂട്ടിക്കൊണ്ട് ആത്മകഥിച്ചു. എന്താ മാഡം? സ്റ്റാഫിന്റെ ചോദ്യം കേട്ടപ്പോഴാണ് ആത്മകഥം കുറച്ച് ഉച്ചത്തിലായി പോയി എന്ന് മനസ്സിലായത്. ഒന്നുമില്ല. അമ്മ അതും പറഞ്ഞുകൊണ്ട് അവൻ പോയ വഴിയിലേക്ക് കുറച്ചുനേരം നോക്കിയെന്നു. എന്നിട്ട് തിരിഞ്ഞ് ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി. 2 ജോഡി ഡ്രസ്സ് മാത്രമേ അവൾ എടുത്തുള്ളൂ. അത് സ്റ്റാഫിനെ ഏൽപ്പിച്ചുകൊണ്ട് അവൾ താഴേക്ക് നടന്നു. ഫോണിൽ നോക്കി നടന്നതുകൊണ്ട് അവൾ അവളുടെ ഓപ്പോസിറ്റ് വന്ന ആളിനെ കണ്ടില്ലായിരുന്നു. നേരെ ചെന്ന് അയാളെ ഇടിച്ചു. പക്ഷെ വീഴുന്നതിന് മുമ്പ് അയാൾ അവളെ ചീർത്ത് പിടിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ അയാളിൽ നിന്നും അകന്നു മാറി. താഴേക്ക് നോക്കിയപ്പോൾ ഒരു മനോഹരമായ ഗിഫ്റ്റ് ബോക്സ് കിടക്കുന്ന കണ്ടു. അതെടുത്തവൾ അയാളുടെ നേർക്ക് നീട്ടി ഒരു സോറിയും പറഞ്ഞു. സോറി, ഇറ്റ്സ് ഓക്കെ. അയാൾ മറുപടി പറഞ്ഞുകൊണ്ട് അത് വാങ്ങി. എന്നിട്ട് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അവളും വിവേകിനെ വിളിച്ചുകൊണ്ട് നടന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അയാൾ അവളെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ, എന്തായി, സക്സസ് അല്ലേ? മറുവശത്ത് നിന്ന ആൾ ഹലോ പറഞ്ഞപ്പോഴേക്കും അവൻ ചോദിച്ചു. സക്സസ്. അവിടെ നിന്നുള്ള മറുപടി കേട്ടതും അയാളുടെ മുഖത്ത് ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു. താഴേക്ക് ചെന്ന അമ്മു വിവേകിനെ വിളിച്ചപ്പോഴേക്കും അവൻ വന്നിരുന്നു. ബില്ലും സെറ്റിൽ ചെയ്ത് ഫുഡും കഴിച്ചിട്ടാണ് അവർ തിരികെ പോയത്. വീട്ടിൽ കയറി ചെന്നതും വിമൽ മുകളിൽ നിന്നും ഇറങ്ങി വരികയായിരുന്നു. നീ എപ്പോഴാ വന്നേ? അവനെ കണ്ടതും അവൾ ചോദിച്ചു. ഉച്ചയ്ക്ക് വന്നു എടുത്തി. വിമൽ വിവേകിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വിവേക് ആ സമയം മുകളിലേക്ക് കയറി. അവർ പരസ്പരം കുറച്ചുനേരം സംസാരിച്ച ശേഷം അവൾ ഫ്രഷ് ആവാനായി മുകളിലേക്ക് കയറിപ്പോയി. അമ്മ മുകളിൽ ചെന്നപ്പോ വിവേക് ഫോണിൽ സംസാരിക്കുമായിരുന്നു. കാമുകയെ വിളിക്കേൽക്കും, ആണമില്ലാത്തവൻ. അതും പെറുപുറത്തുകൊണ്ട് അവൾ മാറാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. ഇതേ സമയം വിവേക് ലക്ഷ്മിയോട് സംസാരിക്കുമായിരുന്നു. എല്ലാം പ്ലാൻ പോലെ തന്നെ നടക്കും. നാളെ കൊണ്ട് അവളുടെ ശല്യം തീരും. എത്രയും പെട്ടെന്ന് അവൾ ഒഴിഞ്ഞു പോണം. നീ അവിടെ കൂടെ നിൽക്കുന്നത് എനിക്ക് ഒട്ടും സഹിക്കുന്ന കാര്യമല്ല. പിന്നെ നമ്മുടെ ആഗ്രഹം പോലെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ സമ്മതിച്ചത്. ഇപ്പൊ തന്നെ നിനക്ക് അവളോട് സിമ്പതിയാണല്ലോ. നീ എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട ലച്ചു, എനിക്കൊരു സിമ്പതിയില്ല. എന്നാൽ ഞാൻ വെക്കുക, രാത്രി വിളിക്കും. അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. അമ്മൂനെ ഓർക്കുമ്പോൾ അവന്റെ മനസ്സിൽ കുറ്റബോധം തോന്നുമെങ്കിലും അതേസമയം തന്നെ ലക്ഷ്മിയെ സ്വന്തമാക്കുന്നതിനുള്ള സന്തോഷവും തോന്നി. വിവേക് റൂമിലേക്ക് വന്നതും അമ്മ കുളിച്ചിറങ്ങി വന്നു. അവൾ അവനെ കണ്ടെങ്കിലും ശ്രദ്ധിക്കാതെ തല തുവർത്താൻ തുടങ്ങി. അവൻ അവളെ തന്നെ കുറച്ചുനേരം നോക്കി നിന്നു. അവന്റെ കണ്ണുകൾ തുറന്നു കിടക്കുന്ന വാതിൽ കൂടി പുറത്തേക്ക് നീണ്ടു. അവന്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. തിരിഞ്ഞു നിന്നതുകൊണ്ട് തന്നെ അവൻ വരുന്നത് കണ്ടില്ലായിരുന്നു. അവൻ പിന്നിൽ കൂടെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്നായതുകൊണ്ട് അവളൊന്ന് ഞെട്ടി. വിടു വിവേട്ടാ, കുതറിക്കൊണ്ട് അവൾ വിവേകിനോട് പറഞ്ഞു. എന്താടി, ഞാനൊന്ന് തൊട്ടാ നിനക്ക് പൊള്ളിപ്പോവോ? അവൻ അവളുടെ മുഖം പിടിച്ചു ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. എന്തായി കാണിക്കുന്നത്? വിടാനാ പറഞ്ഞത്. അവൾ അവന്റെ കൈ കിടന്ന് കുതറിക്കൊണ്ടിരുന്നു. എന്നാൽ അവന്റെ കൈക്കരുത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവൻ അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു. അവന്റെ മുഖത്തപ്പോൾ ഒരു വന്യഭാവമായിരുന്നു. അവന്റെ കണ്ണുകൾ അവളുടെ ചുണ്ടുകളിലാണെന്ന് മനസ്സിലായതും അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. എന്നിട്ട് സർവ്വശക്തിയും എടുത്ത് അവനെ പിന്നിലേക്ക് തള്ളി. അവൻ പിറകിലേക്ക് വേച്ച് താഴെ വീണതും വിമൽ അവരുടെ റൂമിലേക്ക് കയറിയതും ഒരുമിച്ചായിരുന്നു. വിമലിനെ കണ്ട് അമ്മ തല കുനിച്ചു നിന്നു. സോറി, ഞാൻ ഏട്ടൻ മാത്രമേ ഉള്ളൂ എന്നാ കരുതി. അതും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. സോറി അമ്മു, താൻ എന്റെ ഭാര്യയില്ലേ, അതാ ഞാൻ, സോറി. അതും പറഞ്ഞ് വിവേക് ബാൽക്കണിയിലേക്ക് നടന്നു. എന്നാൽ അവന്റെ വാക്കുകൾ കേട്ട് അവൾക്ക് ദേഷ്യമാണ് തോന്നിയത്. അവന്റെ പ്രവൃത്തി അവൾക്ക് അവനോട് വെറുപ്പുളവാക്കി. അവൾ കണ്ണുകൾ അടച്ച് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക് പോയി. അവൾ താഴേക്ക് പോയതും വിവേക് റൂമിലേക്ക് കയറി വന്നു. അവൾ പോയ വഴി നോക്കി നിന്നു. എന്നൊരു ദിവസം കൂടി നിനക്കിവിടെ കഴിയാനാമേ. നാളെ നീ വീടിന്റെ പടി ഇറങ്ങും.
അവനൊരു ക്രൂരമായ ചിരിയോടെ പറഞ്ഞു. അന്ന് രാത്രി അമ്മുവിന് റൂമിലേക്ക് പോകാൻ വല്ലാത്ത ഭയം തോന്നി. എന്തായിരിക്കും അയാളുടെ ഉദ്ദേശം? അയാൾക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? ഇനി എന്റെ ശരീരത്തെ മോഹിച്ചിട്ടാണോ? എനിക്കത് അയാളുടെ മനസ്സിലിരിക്കുകയുള്ളൂ. എന്റെ ദേഹത്തെങ്ങാനും തൊട്ട കൊല്ലും ഞാൻ അയാളെ. ദേഷ്യത്തോടെ അവൾ പുറപെടുത്തുകൊണ്ട് നിന്നു. ഒരുപാട് വൈകിയാണ് അവൾ റൂമിലേക്ക് ചെന്നത്. അപ്പോഴേക്കും വിവേക് ഉറങ്ങിയിരുന്നു. ഒരാശ്വാസത്തോടെ അവൾ നെഞ്ചി കൈവച്ചു. എന്നിട്ട് അവൾ ശബ്ദമുണ്ടാക്കാതെ വാഷ്റൂമിൽ കയറി ഫ്രഷായി വന്നു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ സോഫയിൽ പോയി കിടന്നു. പതിയെ അവൾ നിദ്ര പുൽക്കി. അവൾ ഉറങ്ങാൻ കാത്തിരുന്നത് പോലെ വിവേക് എഴുന്നേറ്റു. പതിയെ ഫോൺ എടുത്തുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തിറങ്ങി ടെറസിലേക്ക് പോയി. ടെറസിലെത്തിയ ഉടനെ അവൻ ഫോണെടുത്ത് ലക്ഷ്മിയെ വിളിച്ചു. ഹലോ ലച്ചു, ഉറങ്ങിയോ മോളെ? ഇന്ന് എനിക്ക് ഉറങ്ങാൻ കഴിയോ വിവി? നാളെ കൊണ്ട് എല്ലാം അവസാനിക്കുകയല്ലേ. ഇനി കുറച്ചു നാളുകൂടി കാത്തിരുന്ന് എനിക്ക് എന്റെ വിവിയുടെ സ്വന്തമാകാം. ആ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. വല്ലാത്തൊരു സന്തോഷത്തോടെ അവൾ പറയുന്നത് കേട്ട് അവനൊന്ന് മൂളി. നാളത്തെ പ്ലാൻ എല്ലാം പെർഫെക്റ്റ് അല്ലേ? എല്ലാം ഓക്കെയാണ്. അവൻ പിന്നെ വിളിച്ചായിരുന്നു. നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ ശരിയടാ, നീ വെച്ചോ. ഇനി അവൾക്ക് സംശയമൊന്നും തോന്നിക്കണ്ട. ശരി, നാളെ അവനെ കണ്ടിട്ട് വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ബൈ. ഫോൺ വെച്ചിട്ട് വിവേക് കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ഫലം എത്രത്തോളം ക്രൂരമായിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഒന്നും അറിയാത്തൊരു പെൺകുട്ടിയുടെ കണ്ണുനീർ നാളെ ഈ വീട്ടിൽ വീഴും. ചെയ്യാൻ പോകുന്ന തിരുത്താനാവാത്ത തെറ്റാണെന്ന് അവന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ എല്ലാത്തിനും വലുത് തന്റെ ലച്ചുവാണ്. അവളെ സ്വന്തമാക്കാനാണ് എന്ത് ക്രൂരത ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അവിടെ ആരുടെ കണ്ണുനീർ വീണാലും തനിക്കത് പ്രശ്നമല്ല എന്നവന്റെ ബുദ്ധിയും പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു സമയം കൂടി അവിടെ നിന്നതിന് ശേഷം അവൻ തിരികെ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്നപ്പോൾ അമ്മ സുഖമായി ഉറങ്ങുന്നതാണ് കണ്ടത്. കുറച്ചു നേരം അവളെ നോക്കി നിന്നിട്ട് അവൻ പോയി കിടന്നു. അപ്പോഴും നാളെ തന്റെ ജീവിതം തന്നെ മാറി മറിയും എന്നറിയാതെ അവൾ ഉറങ്ങുകയായിരുന്നു. അമ്മേ! വെളുപ്പിന് അമ്മ എന്തോ ദുസ്വപ്നം കണ്ടുകൊണ്ട് ചാടി എഴുന്നേറ്റു. അവൾ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. തൊണ്ട വരണ്ടതുപോലെ തോന്നിയപ്പോൾ അവൾ എഴുന്നേറ്റ് ജഗ്ഗിലിരുന്ന വെള്ളം എടുത്ത് കുടിച്ചു. കുറച്ചു നേരം നെഞ്ചി കൈവച്ച് നിന്നു. അവളുടെ ഹൃദയതാളം യഥാസ്ഥിതിയിലാകുന്നത് വരെ അവൾ അങ്ങനെ തന്നെ നിന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ വിവേക് സുഖമായി ഉറങ്ങുന്നതാണ് കണ്ടത്. കുറച്ചു നേരം കൂടി വന്ന് കിടന്നിട്ടും ഉറക്കം വരാത്തതുകൊണ്ട് അവൾ ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അവിടെ നിന്നുകൊണ്ട് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോന്നും ഓർത്തു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ഇറങ്ങി. പുലർച്ചെ സൂര്യൻ ഉദിച്ചുയരുന്നതും കിളികൾ ചിലയ്ക്കുന്നതും നോക്കി കുറെ നേരം അവൾ അങ്ങനെ തന്നെ നിന്നു. തിരിഞ്ഞ് റൂമിൽ കയറി പെട്ടെന്ന് തന്നെ അവൾ ഫ്രഷായി അമ്പലത്തിൽ പോകാനായി ഇറങ്ങി. താഴേക്ക് ചെല്ലുമ്പോൾ ആരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അമ്മയും അച്ഛനും എഴുന്നേക്കാറാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് വരാന്ന് കരുതി അവൾ അമ്പലത്തിലേക്ക് നടന്നു. വിവേക് ഉണർന്ന് അമ്മൂനെ അവിടെയൊക്കെ നോക്കി. പിന്നെ അവൾ താഴേക്ക് പോയിട്ടുണ്ടാകുമെന്ന് കരുതി അവൻ പോയി ഫ്രഷായി. തിരികെ വന്ന് റെഡിയായി അവൻ ബൈക്കിന്റെ ചാവി എടുത്ത് താഴേക്ക് ഇറങ്ങി. അമ്മു അടുക്കളയിലാണെന്ന് കരുതി ആരോടും പറയാതെ അവൻ പുറത്തേക്ക് പോയി. ശ്രീകോവിലിന് മുന്നിൽ നിന്ന് അമ്മു കണ്ണടച്ച് പ്രാർത്ഥിച്ചു. എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. തിരുമേനി നൽകിയ തീർത്ഥവും പ്രസാദവും അവൾ കൈനീട്ടി വാങ്ങി. നല്ല സമയമല്ലല്ലോ കുട്ടി, ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചുകൊള്ളുക. അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് തിരുമേനി പറഞ്ഞു. അവൾ അദ്ദേഹത്തെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചിറങ്ങി. മുന്നോട്ട് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളായിരുന്നു. ചുരിദാറിന്റെ ഷാൾ വെച്ച് മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൾ മുൻപിലേക്ക് നോക്കിയപ്പോൾ വിവേക് അവിടെ നിൽക്കുന്നത് കണ്ടു. ആരോടോ സംസാരിക്കുവാണ്. കൂടെ നിൽക്കുന്ന ആളെ എവിടെയോ കണ്ടതുപോലെ തോന്നി. പെട്ടെന്നാണ് അവൾക്ക് ടെക്സ്റ്റൈൽസ് വെച്ച് താനുമായിട്ട് കൂട്ടിയിടിച്ച ആളെ ഓർമ്മ വന്നത്. ഇത് അയാളല്ലേ? അവൾ ഒന്നുകൂടി ഓർത്തുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. ആരായാലും എനിക്കെന്താ. അതും പറഞ്ഞുകൊണ്ട് അവൾ വീട്ടിലേക്ക് പോയി. അവൾ എത്തിയപ്പോഴേക്ക് അമ്മ എഴുന്നേറ്റു. ആഹാ, മോള് രാവിലെ അമ്പലത്തിൽ പോയോ? അവളെ കണ്ട ഉടനെ ദേവിയമ്മ ചോദിച്ചു. ആ അമ്മേ, ഞാൻ പോകുമ്പോ അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നില്ല, അതാ പറയാനേ. അത് സാരമില്ല മോളെ, മോള് പെട്ടെന്ന് വന്നല്ലോ, അവർ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അച്ഛൻ എണീറ്റില്ലേ അമ്മേ? പുറകെ നിപ്പുണ്ട്, മോള് ചായ ഒന്നുകൊണ്ട് കൊടുത്തിട്ട് വാ. ശരി അമ്മേ. അതും പറഞ്ഞ് അവൾ ചായയും വാങ്ങി അച്ഛനടുത്തേക്ക് പോയി. അവിടെ ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടായിരുന്നു. വിവേകിന്റെ അച്ഛൻ ഒഴിവ് സമയങ്ങളിൽ അതിന്റെ കാര്യങ്ങൾ നോക്കലാണ് പണി. അച്ഛ, ചായ. ആഹാ, മോൾ ഇന്ന് അമ്പലത്തിൽ പോയോ? രാവിലെ പോയി. അതും പറഞ്ഞ് അവൾ ചായ കൊടുത്തു. ഞാൻ പോട്ടെ അച്ഛ, ഓഫീസിൽ പോണം. ശരി മോളെ. പെട്ടെന്ന് തന്നെ അദ്ദേഹം ചായ കുടിച്ച് കപ്പ് അവളുടെ കൈ കൊടുത്തു. കപ്പും വാങ്ങി അവൾ വീട്ടിലേക്ക് പോയി. പിന്നെ അമ്മവും ദേവിയമ്മയും കൂടി ജോലിയെല്ലാം തീർത്ത് അവൾ ഓഫീസിലേക്ക് പോകാനിറങ്ങി. വിവി, ഇതുവരെ എണീറ്റില്ലേ മോളെ? അവൾ താഴേക്ക് വന്നപ്പോൾ ദേവിയമ്മ ചോദിച്ചു. ഏട്ടനും അമ്പലത്തിൽ പോയമ്മേ, എനിക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ വന്നതാ. ഏട്ട അവിടെ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതും പറഞ്ഞുകൊണ്ട് അവൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു ഓഫീസിലേക്ക് പോയി. അവൾ പോയി കുറച്ചു നേരം കൂടി കഴിഞ്ഞാണ് വിവേക് വന്നത്. അമ്മേ. വന്നയുടൻ അവൻ അമ്മയെ വിളിച്ചു. എന്താടാ? എനിക്ക് അത്യാവശ്യമായി ഒന്ന് എറണാകുളം വരെ പോകണം. വരാൻ വൈകും. അമ്മ വരുമ്പോ പറഞ്ഞാ മതി. എന്ത് കാര്യമാടാ? അത് ഓഫീസിലെ കാര്യത്തിനാ. അതും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് പോയി.
പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഇറങ്ങി. എടാ കഴിക്കുന്നില്ലേ? അവൻ ഇറങ്ങുന്ന കണ്ട് അമ്മ ചോദിച്ചു. ഇല്ലമ്മ, ഞാൻ പോകുന്ന വഴിക്ക് കഴിച്ചോളാം. അതും പറഞ്ഞുകൊണ്ട് അവൻ പോയി. ഓഫീസിൽ ചെന്ന് മാളുവിന്റെ ഒപ്പം പെട്ടെന്ന് തന്നെ അവൾ ഓരോ ജോലികളായി തീർത്തു. ഇതിനിടെ മാളു അമ്മുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വൈകുന്നേരമായി. ഓഫീസിൽ നിന്നിറങ്ങി മാളു അമ്മുവിനെയും കൊണ്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി. നമ്മൾ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും കാര്യമുണ്ടോ? അവിടെ എത്തിയപ്പോൾ അവൾ മാളുവിനോട് ചോദിച്ചു. അത് നീയാ പറയേണ്ടത്. എന്താ നിന്റെ പ്രശ്നം? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്ത്? എനിക്കെന്ത് പ്രശ്നം? നിനക്ക് തോന്നുന്നതാ. ഞാൻ നിന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല അമ്മോ. നിനക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ പോവാ. പിന്നെ മാളു മാളു എന്നും പറഞ്ഞു വരരുത്. അതും പറഞ്ഞുകൊണ്ട് മാളു എണീറ്റു. പെട്ടെന്ന് തന്നെ അമ്മ അവളുടെ കൈ പിടിച്ചു. എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരച്ചിലൊന്നും അടങ്ങിയപ്പോൾ അവളെല്ലാം പറഞ്ഞു. ഇന്നോളം അവൻ കാണിച്ച അവഗണനയും അവന്റെ ചതി എല്ലാം. മാളു ആകെ സ്തംഭിച്ചു പോയി. അവൾക്ക് എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പൊ ഇന്നലെ അയാൾ കാണിച്ചതൊക്കെ അഭിനയമായിരുന്നോടി? അവൾ കണ്ണീരോടെ അമ്മുവിനെ നോക്കി ചോദിച്ചു. നീ വാ, നമുക്ക് ഇപ്പൊ തന്നെ അപ്പൂട്ടനോട് പറയാം. മാളു അവളെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താടി പറയാ? എന്ത് തെളിവുണ്ട്? മറ്റുള്ളവരുടെ മുന്നിൽ അയാൾ സ്നേഹസമ്പന്നനായ ഭർത്താവാടി. അല്ലെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. അത്രയ്ക്കാണ് അയാളുടെ അഭിനയം. അവൾ കണ്ണീരോടെ പറഞ്ഞു. പിന്നെ ഇപ്പൊ എന്താടി ചെയ്യുക? അറിയില്ലടാ, വരുന്നിടത്ത് വെച്ച് കാണാം. നീ വാ, ഇപ്പൊ നമുക്ക് പോവാം. അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റു. മനസ്സ് മരവിച്ച പോലെ രണ്ടുപേരും വീട്ടിലേക്ക് പോയി. എന്താ മോളെ താമസിച്ചേ? അമ്മ വീട്ടിലെത്തിയ മുറ്റത്ത് നിൽക്കുകയായിരുന്ന ദേവിയമ്മ ചോദിച്ചു. ഒന്നുമില്ലമ്മേ, ഞങ്ങളൊന്ന് റെസ്റ്റോറന്റിൽ കയറി. മോള് പോയി ഫ്രഷ് ആയിട്ട് വാ, അമ്മ ചായ എടുക്കാം. ശരിയമ്മേ. അച്ഛനും അമ്മേ? അച്ഛനും വിമലും കൂടി പുറത്തേക്ക് പോയി. മോള് വാ. അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി. അമ്മ ഫ്രഷായി വന്നപ്പോഴേക്കും ദേവിയമ്മ ചായ കൊടുത്തു. മോളെ, ബിബി എന്തോ ആവശ്യത്തിന് എറണാകുളം വരെ പോയിരിക്കുക, മോളോട് പറയാൻ പറഞ്ഞു. ശരിയമ്മേ. ചായ കുടിച്ചു കഴിഞ്ഞ് അവർ പുറത്തിരുന്നു. അപ്പോഴേക്കും അച്ഛനും വിമലും വന്നിരുന്നു. പിന്നെ കുറെ നേരം അവരോടും കാര്യമൊക്കെ പറഞ്ഞ് ഭക്ഷണവും കഴിച്ച് അവൾ കിടക്കാനായി പോയി. റൂമിൽ ചെന്ന് അവൾ ഫ്രഷായി വന്നിട്ട് ഡോറും ബാൽക്കണി ഡോറും ഒക്കെ അടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് കട്ടിലേക്ക് കിടന്നു. എന്തൊക്കെയോ അസ്വസ്ഥത വന്ന് മൂടുന്നു. അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും ഇരുട്ടിന്റെ മറവിൽ നിന്നും അവൻ ഇറങ്ങി വന്നു. വാതിലിൽ തുടരെയുള്ള മുട്ടുകേട്ടാണ് അമ്മ കണ്ണുകൾ തുറക്കുന്നത്. അവൾ എഴുന്നേറ്റ് മൊബൈൽ എടുത്ത് ടൈം നോക്കി. 1:30. വിവേക് വന്നോ? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. വീണ്ടും വാതിൽ ശക്തമായ മുട്ടുകെട്ട്. അവൾ പോയി വാതിൽ തുറന്നു. വാതിൽ തുറന്ന് പുറത്തു നിൽക്കുന്നവരെ കണ്ട് അവൾ അന്തം വിട്ടു നിന്നു. അപ്പുവേട്ടാ. ഏട്ടനെ കണ്ട സന്തോഷത്തിൽ അവൾ അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചതും അവൻ അവളെ പിടിച്ചു മാറ്റി കൈ നീട്ടി കനത്തൊന്ന് പൊട്ടിച്ചു. അമ്മ ഒന്ന് വേയിച്ചു പോയി. അവൾ കവളിൽ കൈവച്ച് അവനെ തന്നെ നോക്കി നിന്നു. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. അവൾ അവിടെ നിന്ന് എല്ലാവരെയും നോക്കി. എല്ലാവരുടെ മുഖത്ത് ദേഷ്യമാണ്. എന്തിനാടി മഹാഭാബി ഇങ്ങനെ ചെയ്തത്? സ്വന്തം അച്ഛനെ അമ്മയും നാണം കെടുത്തിയപ്പോ നിനക്ക് എന്ത് കിട്ടിയത്? മീരമ്മ വന്ന് അവളുടെ മുഖത്ത് മാറി മാറി അടിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മേ, ഞാൻ എന്ത് ചെയ്തു എന്ന് അമ്മ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലമ്മേ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ എന്ത് ചെയ്തു? ദാ നോക്ക്, ഇതെന്താണെന്ന്. അപ്പൊ കുറെ ഫോട്ടോസ് അവളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പുവിന്റെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങി നോക്കിയ അമ്മ ഞെട്ടിത്തരിച്ചു പോയി. അത് താനും മറ്റൊരു പുരുഷനും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് അന്ന് ടെക്സ്റ്റൈൽസിൽ വെച്ചുണ്ടായ സംഭവമാണെന്ന് മനസ്സിലായി. താൻ വീഴാൻ പോയപ്പോൾ അയാൾ പിടിച്ചതാണ്. പക്ഷെ ഈ ഫോട്ടോ കണ്ടാൽ പരസ്പരം പുണർന്നു നിൽക്കുന്നതാണെന്നേ പറയും. അതുപോലെ തന്നെ അടുത്ത ഫോട്ടോ താൻ അയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതും കൂട്ടിയിടിച്ചപ്പോൾ താഴെ വീണ ഗിഫ്റ്റ് താൻ അയാൾക്ക് എടുത്തു കൊടുത്തതാണ്. പക്ഷെ ഈ ഫോട്ടോ കാണുമ്പോൾ അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി നിറ കണ്ണുകളോടെ അവരെ നോക്കി. തന്നെ നോക്കുന്ന എല്ലാ പേരുടെ മുഖത്തും വെറുപ്പ് മാത്രമേ കാണുന്നുള്ളൂ. അമ്മേ, ഇതൊന്നും സത്യമല്ലമ്മേ. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. അവൾ മീരാമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവർ വീണ്ടും അവളെ തല്ലാനായി കൈകൾ ഉയർത്തി. അമ്മ മുഖം ചരിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുകെ അടച്ചു. കുറച്ചു സമയം കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് അവൾ പതിയെ കണ്ണുകൾ തുറന്നു. മുന്നിലെ കാഴ്ച കണ്ട് അവൾ തറഞ്ഞു നിന്നുപോയി. തന്നെ തല്ലാൻ ഉയർത്തി അമ്മയുടെ കയ്യിൽ ആരോ ബലമായി പിടിച്ചിരിക്കുന്നു. അയാളുടെ മുഖത്തേക്ക് നോക്കിയ അവൾ ഞെട്ടിത്തരിച്ചുപോയി. അയാളെ കണ്ട എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. ഓഹോ, അപ്പൊ കാമുകനെ വിളിച്ച് റൂമിൽ കയറ്റിട്ടാണല്ലേടി നീ ഇവിടെ നിന്ന് പ്രസംഗിച്ചത്? അപ്പോ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്, എന്റെ അമ്മൂനെ ഇനി തൊട്ടുപോകരുത്. അയാൾ അപ്പൂനെ പിടിച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞു. അത് പറയാൻ നീ ആരാടാ? അപ്പു അയാളുടെ കഴുത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും വിവേകും വിമലും വന്ന് അപ്പൂനെ പിടിച്ചു മാറ്റി. അപ്പു, ആദ്യം അവന് പറയാനുള്ളത് കേൾക്കട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. വിവേക് അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. പറ, താൻ ആരാ? എന്തിനിവിടെ വന്നു? നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അവൻ അമ്മൂനെ നോക്കിക്കൊണ്ട് അയാളോട് ചോദിച്ചു. അയാൾ അമ്മൂനെ ഒന്ന് നോക്കി. എന്നിട്ട് വിവേകിനോടായി പറഞ്ഞു. എന്റെ പേര് സുധി. കഴിഞ്ഞ 3 വർഷമായി ഞാനും അമ്മും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. നോ! അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ അമ്മ അലറിക്കൊണ്ട് പറഞ്ഞു. ഏട്ടാ, ഇവൻ കള്ളം പറയുന്നതാ. ഇവൻ ആരാന്ന് പോലും എനിക്കറിയില്ല. ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പോലും അന്ന് ടെക്സ്റ്റൈൽസിൽ വെച്ചാണ്.
അമ്മേ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കമ്മേ. എനിക്കറിയില്ലമ്മേ. ദേവിയമ്മേ, ഞാൻ സ്വന്തം മോളെ പോലെ ആണെന്നല്ലേ അമ്മ പറഞ്ഞേ. എന്നെ വിശ്വസിക്കമ്മേ. അവൾ കരഞ്ഞുകൊണ്ട് അവരുടെ കാല് പിടിച്ചു. അവളുടെ കരച്ചിൽ കണ്ട് ആ അമ്മമ്മനം തേങ്ങിയെങ്കിലും സത്യമേത് മിഥ്യത് എന്നറിയാത്തത് കൊണ്ട് അവളിൽ നിന്നും അവർ അകന്നു മാറി. അവൾ അവിടെ മുട്ടുകുത്തിയിരുന്നു പൊട്ടിക്കരഞ്ഞു.